ഹൈറിച്ചോളികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 ദിവസമായി വളരെ നിരാശാജനകമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു കാരണം എന്ന് പറയുന്നത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറിക്കൊണ്ടിരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, ഒരു സ്ത്രീയാണ് അതിൻ്റെ ശബ്ദം കൊടുത്തിരുന്നത്. അപ്പോൾ അവർ കഴിഞ്ഞ 2 ദിവസമായിട്ട് അവരുടെ ശബ്ദം നിലച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്കും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു തട്ടിപ്പ്, കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ്, ഇപ്പോഴും പ്രൊമോഷൻ കൊടുക്കുന്ന യൂട്യൂബ് ചാനലുകളും മറ്റ് ആൾക്കാരെയൊക്കെ ബാമോനെ ഒരു കാര്യം ചോദിക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു പക്ഷേ ലീഡർ മുഖേന ഇവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് 2 ദിവസമായിട്ട് അവർ എന്തെല്ലോ ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളാണ് അവർ ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ള ഹൈറിച്ചോളികളൊക്കെ ചിലപ്പോൾ പഞ്ഞിക്കിടുമായിരിക്കും. അപ്പോൾ നീ ഇത്ര കാലം നമ്മളെ പറ്റിക്കുകയായിരുന്നു അല്ലേ, അപ്പോൾ നീയും ഇഡിനെ പേടിച്ചോ, നമ്മളിപ്പോൾ ഒറ്റക്കായോ, നിന്നെയൊക്കെ വിശ്വസിച്ചിട്ട് നമ്മുടെ പൈസയും പോയി, സമയം പോയി, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഓരോ ലീഡർമാരുടെയും വീട്ടിൽ പോയിട്ട് ആൾക്കാരൊക്കെ പണം ചോദിക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ നമ്മളും നിങ്ങളെപ്പോലെ പൈസക്കാരല്ല, പാവങ്ങളാണ് എന്ന് പറയുമ്പോൾ ഈ പാവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, നീയൊക്കെ കോടിക്കണക്കിന് രൂപ ഇന്ന ബാങ്കിലൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ആ വിളച്ചിലൊന്നും നമ്മുടേക്ക് എടുക്കണ്ട എന്നുള്ള രീതിയിൽ സാധാരണക്കാരായ നിക്ഷേപകരും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ കാര്യവും തീരുമാനമായി എന്ന് മാത്രമേ പറയാനുള്ളൂ. ബൈ.